ഞാൻ ഉദ്യാനപാലകൻ എന്ന് പറയുന്ന ലോഹിയേട്ടൻ സ്ക്രിപ്റ്റ് എഴുതിയ ഹരികുമാർ സാറ് ഡയറക്ട് ചെയ്ത സിനിമയിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആണ് മമ്മൂക്ക പറയണത്, നീയും ശ്രീനിയായിട്ട് എന്തൊരു പരിപാടി ഉണ്ടെന്ന് കേട്ടല്ലോ, ആരാ നായകൻ. അപ്പം ഞാൻ പറഞ്ഞു ഒന്നും തീരുമാനിച്ചിട്ടില്ല, കഥ ആലോചിക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു കഥ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നായകൻ്റെ ചായയുള്ള ഒരാളെ അപ്രോച്ച് ചെയ്യും, അത്ര കരുതിയിട്ടുള്ളൂ. അപ്പോൾ പറഞ്ഞു നിന്റെ നായകന് എൻ്റെ ചായ ആണെങ്കിൽ ഞാൻ അഭിനയിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടെന്ന്. അത് പുള്ളി ഷോക്ക്ഡായിപ്പോയി. ഞാൻ പറഞ്ഞു വേണ്ട, നോക്കാം, മമ്മൂക്ക ഡേറ്റ് തരണ്ട, കാരണം എൻ്റെ ആദ്യത്തെ സിനിമയാണ്, എനിക്ക് തന്നെ അറിയില്ല ഈ പണി എനിക്ക് അറിയുമെന്ന്. അപ്പോൾ ഞാനൊരു സിനിമ, അപ്പൊ അന്ന് ദിലീപ് ചെറിയ റോളുകളിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്, സല്ലാബൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ദിലീപ് ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ടാണ്, അപ്പൊ നമുക്ക് പേടിയില്ലാണ്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സിനിമയൊക്കെ ചെയ്തിട്ട് ഞാൻ പ്രൂവ് ചെയ്തതിന് ശേഷം, എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയതിനു ശേഷം ഞാൻ മമ്മൂക്കയുടെ അടുത്ത് വരാം എന്നാണ്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഈ പടത്തിനാണെങ്കിൽ ഡേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ഒരിക്കലും ഡേറ്റ് തരില്ല എന്നാണ്. അപ്പൊ അത്രയും തന്നെ എന്നിലൊരു വിശ്വാസം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. മേ ബി അദ്ദേഹം ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും, അതായത് നന്നായിട്ട് സെറ്റിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണമെന്നൊക്കെ, അതായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് അന്ന് രാത്രി ശ്രീനേട്ടൻ ചെന്നൈയിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്താ മമ്മൂക്ക ഡേറ്റ് ഓഫർ ചെയ്തിട്ട് വേണ്ടാന്ന് പറഞ്ഞു. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഞാൻ ഡേറ്റ് ഓഫർ ചെയ്തിട്ട് വേണ്ടാന്ന് പറയണതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞല്ല, നമുക്ക് ഒന്നാമത് അങ്ങനെ ഒരു കഥയില്ല, രണ്ടാമത് ആദ്യമേ തന്നെ പുള്ളിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ബേജാറായി പോകുമെന്ന്. ശ്രീയേട്ടൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, നമുക്ക് കഥ മമ്മൂക്കയ്ക്ക് പറ്റുന്നൊരു കഥ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നീട് മറവത്തൂർ കനവിലേക്ക് എത്തുന്നത്. ഈ ഇപ്പൊ ആർട്ടിസ്റ്റുകൾ പുതിയതായിട്ട് വരുമ്പോൾ ഒരു ടെൻഷൻ നമ്മളിപ്പോ കണ്ടല്ലോ, തോന്നക്കലരി ഓരോന്ന് പെറുക്കുന്നത്. അതുപോലെ സംവിധായകൻ അങ്ങനെ വരുമ്പോ എന്തെങ്കിലും ടെൻഷൻ, അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാറുണ്ടോ സംവിധായകന്മാർക്ക്? എനിക്ക് മറ്റുള്ളവരുടെ കാര്യം അറിയില്ല, എൻ്റെ കാര്യത്തിൽ എനിക്ക് എല്ലാ സിനിമയുടെയും തുടങ്ങുന്നതിന്റെ തലേദിവസം നല്ല ഉഗ്രം പനി വരും. അത് കമൽ സാറിന് അങ്ങനെ പനി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കമൽ സാറിന് ഭയങ്കര തലേദിവസം പനിയായും കോൾഡ് ആയിരിക്കും എന്തായാലും. അപ്പോൾ പറയും അതെ കോൾഡ് അടിച്ചു, നമുക്കറിയാം പിറ്റേ ദിവസം തുടങ്ങാൻ പോകുന്നതിന്റെ ടെൻഷനാണെന്നല്ല. അത് ഞാൻ സംവിധായകനായപ്പോൾ എനിക്കും അത് സംഭവിക്കാറുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറേ സിനിമകളിൽ പുതിയ ഡയറക്ടേഴ്സിൻ്റെ അസോസിയേറ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറേ സിനിമകൾ. അപ്പോൾ അതുകൊണ്ടുണ്ടായൊരു ഗുണം എന്താ വെച്ചാൽ അവരെന്തൊക്കെയാണ് ഫേസ് ചെയ്യണം, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണ്, എന്തൊക്കെയാണ് അവരുടെ ടെൻഷൻസ് എന്നൊക്കെ ഞാനായിരുന്നു ഷോക്ക് അബ്സോർബർ. അവരുടെ എല്ലാ ടെൻഷനും എടുക്കേണ്ടിയിരുന്ന ആൾ ഞാനായിരുന്നു. അപ്പോൾ എനിക്കത് നല്ല ഒരു ബേസ് കിട്ടി. അതുകൊണ്ട് മറവത്തൂർ കനവ് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞാൻ വളരെ കാമായിരുന്നു. പക്ഷെ അന്ന് ഇതിന്റെ സീരിയസ്നെസ്സും അറിയില്ല, ഈ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് പറ്റുന്നൊന്നും നമുക്കറിയില്ല. ആ സിനിമ കഴിഞ്ഞപ്പോഴാണ് ശരിക്ക് പേടിയായത്, കാരണം ആ സിനിമ വിജയിച്ചു, ഇനി എങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളിടത്താണ് നമ്മളുടെ ടെൻഷൻ ആരംഭിക്കുന്നത്.